കൊച്ചിയിലെ ചില ആരാധകരിലേക്ക് ഇത് പോയി വരാൻ തോന്നുന്നു. ഒരുപാട് ആരാധകർ കൊച്ചിയിലുണ്ടായിരുന്നു. അവർ മിക്കവരും അർജന്റീനയുടെ ജയം ആഗ്രഹിച്ചെത്തിയവരാണ്. സ്പെയിൻ ഗംഭീര പ്രകടനമാണ് നടത്തിയതെന്നും ഇഷ്ട ടീം തോറ്റതിൽ നിരാശയുണ്ടെന്നുമാണ് ആരാധകർ പറയുന്നത്. മെസ്സി ഇനിയും കളി തുടരും എന്ന് വിശ്വസിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഡാനി പോൾ റിപ്പോർട്ടിലേക്ക്. എന്തായാലും മത്സരം സ്പെയിൻ കൊണ്ടുപോകുന്നു. വലിയ രീതിയിൽ അർജന്റീനയ്ക്ക് ആരാധകരുള്ള ഒരിടമാണ് കേരളം. അതുകൊണ്ട് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. സ്പെയിൻ സൂപ്പറായിട്ട് കളിച്ചു. അതാണ് എന്തായാലും സ്പെയിനിന്റെ മത്സരം മികച്ചതായിരുന്നു എന്ന് തന്നെ. എന്തെങ്കിലും കളി മോശമായിരുന്നു. അർജന്റീന പൊതുവിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? പ്രതീക്ഷിച്ചിരുന്നു കപ്പ് എടുക്കുന്നതാണ് പ്രതീക്ഷ. പക്ഷെ കളി വളരെയധികം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിപ്പോയില്ല. ആ രീതിയിലായില്ല അല്ലേ? അതെ. എങ്ങനെയുണ്ട്? നിരാശയായിപ്പോയോ? റെഫറി കാശ് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കളിയാണ് കണ്ടത്. കാര്യം രണ്ടാമത്തിലെ യെല്ലോ കാർഡ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അടി ഡയറക്റ്റ് ഫൗളും ഇല്ല, ഇൻഡയറക്റ്റ് ഫൗളാണ്. അപ്പൊ കാശ് മേടിച്ച് കളിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്പെയിനിൽ 10 പേരായിട്ട് കളിക്കാൻ ഒരിക്കലും അർജന്റീനക്ക് പറ്റില്ല നമുക്കറിയാലോ. അല്ലെങ്കിൽ തന്നെ ഡിഫൻസിലേക്ക് നിന്നിട്ടാണ് കളിച്ചോണ്ടിരുന്നത് വെച്ചു. അപ്പൊ ആ റെഫറി നല്ല രീതിയിൽ കാശ് മേടിച്ചിട്ടുണ്ട്. അതാണ് റെഫറിയുടെ ഏറ്റവും വലിയ വാല്യൂ. എന്തായാലും പല അഭിപ്രായങ്ങളും. സ്പെയിനും നല്ലോണം കളിച്ച് കിട്ടില്ല കളി നല്ലായിരുന്നു. ആണോ? ഏതായാലും കഴിഞ്ഞിറങ്ങിയാണോ? ഭയങ്കര വിഷമായി. ലാസ്റ്റിങ് ഇറങ്ങി മെസ്സിക്ക് വേണ്ടി മരിക്കുമായിരുന്നു. ഭയങ്കര വിഷമം എന്നാ പറയാം. ഭയങ്കര. പക്ഷെ സ്പെയിൻ ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ നന്നായിട്ട് കളിച്ചു. പക്ഷേ മെസ്സി ഇവിടെ അർജന്റീന ഗോളി സൂപ്പർ. അല്ലെങ്കിൽ ഒരുപാട് നേരത്തെ അടിച്ചേനെ. നേരത്തെ കളി തീർന്നേനെ. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം. പക്ഷെ ഭയങ്കര ഒരു ഹാർട്ട്, ഭയങ്കര ഒരു പെയിനാ. സോറി. മെസ്സി ജീവനാ. കാരണം എന്റെ മകൻ ഫുട്ബോൾ പ്ലെയറാണ്. ഹൈദരാബാദിലുള്ള. മെസ്സിയെ കണ്ടു ഹൈദരാബാദിൽ വന്നപ്പോഴേ നേരിട്ട്. മകനും മരുമകളും ഫുട്ബോൾ പ്ലെയറാണ് രണ്ടുപേരും. മെസ്സി ആരാധകർ അവര് പിരിഞ്ഞു പോകുന്നില്ല. വലിയ സങ്കടത്തോടുകൂടി തന്നെയാണ് പോകുന്നത്. കാരണം വലിയ രീതിയിൽ വിജയം നേടുമെന്നുള്ള ഒരു പ്രതീക്ഷയ്ക്കായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അത് മാറുന്നു എന്നതാണ്. വലിയ പ്രതീക്ഷയോടെ സ്റ്റേഡിയത്തിൽ ഇവിടേക്ക് കളി കാണാൻ ബിഗ് സ്ക്രീനിലേക്ക് എത്തിയവരെല്ലാവരും തന്നെ ഇറങ്ങുന്നു. എന്തായി? സങ്കടമായോ? വളരെ സങ്കടമായി. എങ്ങനെയാണ് മനസ്സിലാവും? സ്പെയിൻ ഡിസർവിംഗ് ആയിരുന്നു. ഡിസർവിംഗ് ആണ്. കുഴപ്പമില്ല. ഞങ്ങൾ കഴിഞ്ഞ കപ്പ് അടിച്ചല്ലേ. ഫൈനൽ എത്തിയ സന്തോഷമുണ്ട്. ഞാൻ അർജന്റീന എത്തിയൊരു സന്തോഷമുണ്ട്. ഒരു വേൾഡ് കപ്പ് കിട്ടും വിചാരിച്ചു. സാരില്ല. സ്പെയിൻ ഡിസർവിംഗ് ആയിരുന്നു. അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. മെസ്സിക്ക് ഇനിയും കളിക്കാം. ആൾ ഫോം തന്നെയാണല്ലോ. അപ്പൊ ഞങ്ങള് അർജന്റീന വിരുദ്ധ ബ്രസീൽ, ഇംഗ്ലണ്ട്, പോർച്ചുഗീസ് എല്ലാരും കൂടി ഞങ്ങളുടെ സ്പെയിനെ ജയിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു മുന്നണി ജയിക്കുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ടോ? അല്ലെ, ശരിക്കും ഇന്നത്തെ കളി നോക്കിയാൽ വൺ സൈഡഡ് അല്ലേ. ഏറ്റവും നല്ല കളി കളിച്ചത്, നല്ല പാസിംഗ് ഗെയിം കളിച്ചത് സ്പെയിൻ തന്നെയാണ്. അപ്പോ തീർച്ചയായിട്ടും മെസ്സിക്ക് അഭിമാനിക്കാം. മെസ്സി കുളിപ്പിച്ചൊരു പയ്യൻ മെസ്സിയുടെ കയ്യിൽ നിന്ന് ട്രോഫി ഉണ്ടായെന്ന് വിചാരിച്ചു. നല്ല കളി കളിച്ചു. നല്ല കളി. ഓക്കെ. എന്ത് തോന്നി കളി? അർജന്റീന ഇത്രയും വൃത്തികെട്ട കളി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അർജന്റീനയുടെ എത്ര ഫൗളായിരുന്നു കളിച്ചിരുന്നത്. അത് അർഹതപ്പെട്ട കളിയാണ്. സ്പെയിൻ ജയിക്കേണ്ടത് തന്നെയാണ്. സ്പെയിൻ ആരാധകർ ഇതിട്ടുണ്ട് വരുമ്പോ തോന്നിയിരുന്നു 38 ദിവസം മുമ്പ് തുടങ്ങിയതാണ് ജയിക്കും എന്ന് പറയുന്നത്. ഇന്ന് ജയിച്ച് അടിപൊളി കളി. ഒന്നും പറയാനില്ല. നല്ല ബാക്കി ഫാൻസൊക്കെ പോണണ്ട. എന്തായാലും കൂടുതൽ നിശബ്ദത തന്നെയാണ്. കാരണം വലിയ രീതിയിൽ അർജന്റീനിയൻ ആരാധകരെല്ലാം തന്നെയാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. എണ്ണത്തിൽ വളരെ കുറവായിരുന്നു സ്പെയിൻ ഫാൻസ് എന്നെല്ലാം തന്നെ പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു മികച്ച മത്സരം കണ്ട ഒരു സന്തോഷത്തിലാണ് പോകുന്നത്. മികച്ച കളി തന്നെയാണ് സ്പെയിൻ പുറത്തെടുത്തതെന്ന് അർജന്റീനിയൻ ആരാധകരും തന്നെ പറയുകയും ചെയ്യുന്നു. ഏതായാലും ലോകകപ്പ് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ മെസ്സിയുടെ ഒരു വിടവാങ്ങൽ മത്സരമായിരുന്നോ ഇതെന്ന ഒരു സന്ദേഹം എല്ലാവരിലും ബാക്കി നിൽക്കുന്നു. എന്തായാലും ലോകകപ്പിന്റെ ഒരു ആവേശം ഒരു മാസക്കാലം നിറഞ്ഞു നിന്നിരുന്നു എന്നത് നിസ്സംശയം പറയാം.
ബിഗ് സ്ക്രീനുകൾ, അതോടൊപ്പം തന്നെ പലയിടങ്ങൾ ക്ലബ്ബുകൾ, എല്ലായിടങ്ങളിലും ആ പ്രദർശനം നടന്നിടങ്ങളിലെല്ലാം തന്നെ വലിയ ആരാധകരാണ്, കാഴ്ചക്കൂട്ടമാണ് എത്തിയത്. അങ്ങനെ ഒരു കളി ആരവത്തിന് കൂടെ സമാപനമാകുന്നു. മികച്ച മത്സരം കണ്ടതിന്റെ സന്തോഷത്തോടെ ആരാധകരും മടങ്ങുകയാണ്. ക്യാമറമാൻ കെ പി ദാനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.